സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ നേടാൻ സാധിക്കും. 15 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. എന്താണ് ഗ്രാമീൺ ഈസി ലോൺ? എങ്ങനെ നിങ്ങൾക്ക് ഈ ലോൺ നേടാൻ സാധിക്കും? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ലോൺ നേടാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോ ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ എല്ലാവരുടെയും വീടിനടുത്തുള്ള ഗ്രാമീൺ ബാങ്കിനെ കുറിച്ചും ആ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോണിനെ കുറിച്ചുമാണ്. ഈ ഒരു ലോണിന്റെ പേര് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രാമീൺ ഈസി ലോൺ എന്നാണ്. എല്ലാവർക്കും ഈ ഒരു ലോൺ എടുക്കാൻ സാധിക്കും. നമ്മളുടെ പല പല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നമുക്ക് ഈ ഒരു ലോൺ എടുക്കാവുന്നതാണ്. പക്ഷേ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഈ ഒരു ലോൺ എടുക്കാൻ സാധിക്കില്ല. നമ്മളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ, അതായത് മറ്റ് ആവശ്യങ്ങൾക്കായി നമുക്ക് ഈ ഒരു ലോൺ വളരെ വേഗത്തിൽ എടുക്കാവുന്നതാണ്. പേഴ്സണൽ ലോൺ നമ്മൾ പൊതുവായി എടുക്കുന്നത് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, മാരേജ് പർപ്പസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഈ ഒരു പേഴ്സണൽ ലോൺ സാധാരണ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഈ ഒരു ലോൺ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലോൺ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഇനി നോക്കാം. നമ്മൾ ഗൂഗിൾ ഓപ്പൺ ആക്കി നമ്മൾ അവിടെ ഗ്രാമീൺ ഈസി ലോൺ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു സൈറ്റ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഈ ഒരു സൈറ്റ് ആണ് ഓപ്പൺ ആയി വരുന്നത്. ആ ഒരു സൈറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് പേഴ്സണൽ ലോൺ എന്ന് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഗ്രാമീൺ ഈസി ലോണിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ കൃത്യമായി നിങ്ങൾ ഈ ഒരു ലോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി വായിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ലോൺ എന്നല്ല, നിങ്ങൾ ഏതൊരു ലോൺ എടുക്കാൻ പോയാലും ആ ഒരു ലോണിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഒരു ലോണിന് അപേക്ഷിക്കാൻ പാടുള്ളൂ. നമുക്കറിയാം ആരും ലോൺ എടുക്കരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇതൊരു ബാധ്യതയാണ്. ഇത് നമ്മൾ ഒരു കടം എടുക്കുകയാണ്. പക്ഷെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ചില സമയങ്ങളിൽ നമുക്ക് ലോൺ എടുക്കേണ്ടി വരും. കാരണം നമ്മുടെ കയ്യിലുള്ള പണം നമുക്ക് മതിയാകാതെ വരും, കൂടുതൽ പണം ആവശ്യം വരും. അപ്പോൾ ലോണിനെ നമുക്ക് അപേക്ഷിക്കേണ്ടി വരും. ഇൻ കേസ് നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ സർക്കാർ അംഗീകൃത RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള നല്ല കമ്പനികളിൽ അല്ലെങ്കിൽ നല്ല ബാങ്കുകളിൽ നിന്ന് മാത്രം ലോൺ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കൊളാട്രലായിട്ട് നൽകുന്ന നിങ്ങളുടെ സ്വർണമോ വീടോ സ്ഥലമോ അതൊക്കെ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിൽ എത്തരുത്. കൃത്യമായി എല്ലാം വായിച്ചതിന് ശേഷം മാത്രമേ ലോണിന് അപേക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മുടെ ഗ്രാമീൺ ഈസി ലോൺ ആണ്. അപ്പോൾ നമ്മുടെ അവിടെ തന്നെ ആദ്യം തന്നെ പർപ്പസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ആളുകൾക്ക് ബിസിനസ് അല്ലാത്ത നമ്മുടെ ഇൻഡിവിജ്വൽ, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഈ ഒരു ലോൺ അപേക്ഷിക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, ബിസിനസ് ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മുദ്രാ ലോൺ തുടങ്ങി നിരവധി സ്കീംസിനെ കുറിച്ച്, സർക്കാർ അംഗീകൃത ലോൺസിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്കായി ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങളും സ്വന്തമായി പഠിച്ചതിന് ശേഷം മാത്രം ലോണിന് അപേക്ഷിക്കുക. അപ്പോൾ ഈ ഒരു ലോൺ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ ഒരു ചിലവിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ലോൺ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. എലിജിബിലിറ്റിയിൽ വരുന്നത് അവിടെ ഒരു 3 പോയിന്റ് നൽകിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ഹാവിംഗ് സാറ്റിസ്ഫാക്ടറി ഡെഡ് ലൈൻ വിത്ത് അവർ ബാങ്ക് ഫോർ എ മിനിമം പീരീഡ് ഓഫ് 1 year. ഒരു വർഷത്തിൽ ആ ഒരു ബാങ്കുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ആ ഒരു ബന്ധം നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ടാകണം. ആപ്ലിക്കൻ ഷുഡ് ബി ദ പെർമനന്റ് റെസിഡന്റ് ഇൻ ദ കമാൻഡ് ഏരിയ ഓഫ് ദ ബ്രാഞ്ച് ആൻഡ് ഹാവ് അഡിക്വേറ്റ് നെറ്റ്വർക്ക്. നിങ്ങളിപ്പോൾ ഏത് ഗ്രാമീൺ ബാങ്കിലാണോ ലോൺ എടുക്കാൻ പോകുന്നത് ആ ഒരു ബാങ്കിന്റെ ആ ഒരു പരിസരത്തായിരിക്കണം നിങ്ങൾ താമസിക്കുന്നത്. ആ ഒരു റെസിഡൻസ്, ആ ഒരു ഏരിയയിലായിരിക്കും നിങ്ങളുടെ വീട് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വീടോ സ്ഥലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ, ഇതൊരു കൊളാട്രൽ നൽകി എടുക്കേണ്ട ഒരു ലോണാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലോൺ എടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 3ാമത്തെ പോയിന്റ് ആണ് സിബിൽ സ്കോർ. സിബിൽ സ്കോർ ഓഫ് ദ ബോറോവർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 700. 700 മുകളിൽ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കുന്നതിന്റെ ലിമിറ്റ് ആൻഡ് മാർജിൻ എന്താണെന്ന് നോക്കാം. ലിമിറ്റ് ആൻഡ് മാർജിനിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് അപ് ടു 40% ഓഫ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി, നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു അസറ്റിന്റെ 40% നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലോണായി ലഭിക്കുന്നത്. ആ ഒരു സെക്യൂരിറ്റി നിങ്ങൾ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് മിനിമം 2 ലക്ഷം രൂപ മുതൽ മാക്സിമം 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സ്വത്തിന്റെ 40%-നുള്ളിലെ നിങ്ങൾക്ക് ഒരു ലോൺ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ലോൺ നേടാനും സാധിക്കും. ഇനി നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് എന്താണ് നൽകേണ്ടതെന്ന് നോക്കാം. സെക്യൂരിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കയ്യിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് നൽകി നിങ്ങൾക്ക് ഈ ഒരു ലോൺ എടുക്കാൻ സാധിക്കുന്നതാണ്. റീപേയ്മെന്റ് പീരീഡ് ആണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അതായത് റീപേയ്മെന്റ് പീരീഡ് വരുന്നത് അപ് ടു 180 months ആണ്. അതായത് 15 വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു ലോൺ അടച്ചു തീർത്താൽ മതിയാകും. 180 മാസം, അതായത് 180 മാസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ലോൺ തുക, അതായത് നമ്മൾ എടുക്കുന്നത് 5 ലക്ഷം രൂപ വരെയാണ്. ആ ഒരു തുക
തുക 15 വർഷത്തിനുള്ളിൽ അടച്ചു തീർത്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ തിരിച്ച് നൽകി ആ ഒരു ലോൺ നമുക്ക് അടച്ചു തീർക്കാവുന്നതാണ്. കുറഞ്ഞ, അതായത് മന്ത്ലി നമുക്ക് നൽകി ഈ ഒരു ലോൺ ക്ലോസ് ചെയ്യാനുള്ള സ്കീമും ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ തുക മന്ത്ലി നൽകി നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ലോൺ അടച്ചു തീർക്കാനും സാധിക്കും. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ചാർജസ് എന്താണെന്ന് നോക്കാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ഫോർ ലോൺ ഇൻട്രസ്റ്റ് റേറ്റിന് അവിടെ ഒരു ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോർ സർവീസ് ചാർജസ് ആൻഡ് ഫീസിനും അവിടെയും ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും. നിങ്ങൾ എത്ര രൂപയാണ് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള റീപേയ്മെന്റും ഇൻട്രസ്റ്റും എത്ര കാലത്തിനുള്ളിൽ അടച്ചു തീർക്കണം, അതുപോലെ തന്നെ എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് നൽകേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ലോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ അവരോട് തന്നെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ആ ഒരു സൈറ്റിൽ അവർ നമ്പർ തന്നിട്ടുണ്ട്. 0497271780 എന്ന നമ്പറിലോ അല്ലെങ്കിൽ അവരുടെ ടോൾ ഫ്രീ നമ്പറായ 1800-425-4000 എന്ന നമ്പറിലും നിങ്ങൾക്ക് വിളിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് ഡയറക്റ്റ് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പേജിലാണ് എത്തിയത്. അവിടെ നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് ആയ നമ്മളുടെ ലോൺ സ്കീം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സ്കീമാണ്, പേഴ്സണൽ ലോണാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അവിടെ പേഴ്സണൽ ലോൺ കൊടുക്കുക. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ്, ബ്രാഞ്ച്, റിക്വയർഡ് ലോൺ എമൗണ്ട്, നിങ്ങൾക്ക് എത്ര രൂപയാണോ ലോൺ നിങ്ങൾക്ക് ആവശ്യം ആ ഒരു എമൗണ്ട് നൽകുക. കേരള ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് നൽകുക. ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു, ആ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ലോൺ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഒരു ബാങ്കിൽ പോയി അക്കൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ എസ് എന്ന് നൽകുക. അതുപോലെ തന്നെ മൈ റിക്വയർമെന്റ് ഇമീഡിയറ്റ് ആണോ, അതുപോലെ തന്നെ ഈ ഒരു ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണോ എന്നും അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇമീഡിയറ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം സേവ് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകി നമുക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു ലോൺ സ്കീമിനെ കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഗ്രാമീൺ ബാങ്കിലൂടെ നമുക്ക് ഈ ഒരു പേഴ്സണൽ ലോൺ മാത്രമല്ല നിരവധി ലോണുകൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. അഗ്രി റിലേറ്റഡ്, അതുപോലെ തന്നെ ഹോം ലോൺ, അങ്ങനെ നിരവധി ലോണുകൾ നമുക്ക് ഈ ഒരു ബാങ്കിലൂടെ നേടാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു സൈറ്റിൽ തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമീൺ ബാങ്കിൽ പോയി നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ലോണിനായി അപേക്ഷിക്കാവുന്നതാണ്. നമ്മൾ ആ ഒരു ലോണിന് അപേക്ഷിക്കുമ്പോൾ നൽകേണ്ട ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്കിനി നോക്കാം. നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നമ്മുടെ ബാങ്ക് പാസ്ബുക്ക്, അതുപോലെ തന്നെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം, അതുപോലെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആയ നമ്മുടെ ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ, നമ്മുടെ പേര്, അതൊക്കെ നൽകി നമുക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ ഈ ഒരു ലോണിനായി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാമീൺ ഈസി ലോണിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. സൈറ്റ് ഓപ്പൺ ആക്കുന്നത് മുതൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കീമിനെ കുറിച്ചോ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നിരവധി 500-ൽ പരം കോഴ്സ് വീഡിയോസ്, ബിസിനസ് റിലേറ്റഡ്, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീം റിലേറ്റഡ് കോഴ്സ് വീഡിയോ നിങ്ങൾ കാണാൻ സാധിക്കും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സുമായി ഡയറക്റ്റ് കണക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ബോസ്വാല, ബി ദ ബോസ്.